മല്ലു ട്രാവലറിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഭയങ്കര വ്ളോഗിങ് ആൻഡ് ബൈക്കിങ് ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. പുള്ളി ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി മറ്റേ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ പുച്ഛിക്കുന്നുണ്ടായിരുന്നു. കാരണം പുള്ളി ഇപ്പോൾ മറ്റേ 5 സ്റ്റാറിലൊക്കെയാണ് കഴിക്കുന്നത്. പണ്ട് ഫുച്ചറിൽ വർക്ക് ചെയ്തു, മർച്ചൻഡൈസറായിരുന്നു. പണ്ട് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തു, അതിന് മുമ്പ് ഞാൻ മീൻ വണ്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വന്ന് തള്ളിയിട്ട് പോയി. ഇന്നലെ വന്ന് തള്ളിയ വീഡിയോ പെട്ടെന്ന് നോക്കുമ്പോൾ അതും തള്ളിക്കളഞ്ഞു. അതും ഇല്ല അവിടെ. എന്താ പാടെ മല്ലു, നന്നായി കൂടെ? മിനിങ്ങാന്നാണെന്നാണ് തോന്നുന്നത്. പുള്ളി ഇന്നലത്തെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞത് ഇന്നലെ എൻ്റെ കേസിൻ്റെ വിധിയായി എന്നൊക്കെയാണ്. കേസിൻ്റെ വിധിയായെങ്കിൽ മിണ്ടാണ്ട് മറ്റേ വായ മൂടിടാ, വായ സൂത്തം മൂടിടാ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ പറയും. ഇതും അടച്ചിട്ട് പൊക്കൂടെ എന്നും പറഞ്ഞ്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. കേസ് കഴിഞ്ഞു, വിധി വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ ചാടി വന്നിരിക്കുകയാണ് പഴയ മുൻ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അത് അവൾ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ രാവിലെ ആ വീഡിയോ കണ്ടു. ഇന്നലെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല. കാരണം നമുക്ക് ഇതിൽ നിന്ന് വരുമാനമൊന്നും ഇല്ലല്ലോ. നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് ഇന്നലെ പറ്റിയില്ല. പക്ഷേ ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ റിയാക്ട് ചെയ്തൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ സമയം കിട്ടിയപ്പോൾ ഇപ്പോൾ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. തള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം തള്ള്, കള്ളങ്ങൾ വന്ന് വിളമ്പിട്ട് പോയി. ഞാൻ വീഡിയോ റെക്കോർഡൊന്നും ചെയ്തില്ല, പക്ഷേ എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ഞാൻ ഇവിടെ പറയാം. എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ ആദ്യ ഭാര്യയ്ക്ക് 18 വയസ്സ് ആവുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു ഇയാൾ എന്നാണ് അവർ കേസ് കൊടുത്തത്. എന്തോ ഒരു പ്രൂഫൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കേസ് രജിസ്റ്റർ ആയത്. അല്ലെങ്കിൽ രജിസ്റ്റർ ആവില്ലല്ലോ. അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞത് ഞാൻ തട്ടിക്കൊണ്ട് പോയതൊന്നല്ല, എൻ്റെ വീട്ടുകാർ, അവളുടെ വീട്ടുകാർ എല്ലാവരും കൂടെ, പള്ളി ഉണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമിച്ചിട്ടാണ് ഒക്കെയോ പറയുന്നുണ്ടായിരുന്നു. പള്ളിയിൽ ചടങ്ങുകളൊക്കെ നടത്തി എല്ലാം ചെയ്തിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഞാൻ നിക്കാഹ് കഴിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ എന്നെ പറ്റിച്ചത്. ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇത് പുള്ളിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. റിയാക്ട് ചെയ്ത ആരും ഇത് പറഞ്ഞ് ഞാൻ കേട്ടില്ല. പുള്ളി ആ പേരും പറയുന്നുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു ബലമായ സംശയം. പേരും പറയുന്നുണ്ട്. ഞാൻ ആദ്യം എന്തോ ഒരു പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ പയ്യൻ്റെ പേര് ക്ലിയറായിട്ട് ഒരു 10 പ്രാവശ്യം പറയുന്നുണ്ട്. ഈ പെണ്ണിൻ്റെ പേര് ഒരു പ്രാവശ്യം എങ്ങാണ്ട് പറഞ്ഞിട്ട് പുള്ളി വെച്ചെന്ന് തോന്നുന്നു. ഈ പേര് പറഞ്ഞാലും പറഞ്ഞില്ലേലും ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. എല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ ഇതെന്തിനാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്? അതാണ് എൻ്റെ ചോദ്യം. തനിക്കിപ്പോൾ വലിയ വ്യൂസ് ഒന്നും ഇല്ല, അങ്ങനെ 2 ലക്ഷം 5 ലക്ഷം ഒന്നും ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി പിന്നെയും ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ച് ഈ ഒരു ചീപ്പ് ടെക്നിക്ക് എന്തിനാ ബൈക്ക് ഓടിച്ച് വീഡിയോ എടുത്ത് നടന്നാൽ പോരെ? കുറച്ചാൾ കഴിയുമ്പോൾ കിട്ടും. അല്ലാതെ എപ്പോഴും മറ്റേ പീക്കിൽ തന്നെ ഇരിക്കണമെന്ന് വിചാരിച്ച് കണ്ടവൻ്റെ നെഞ്ചത്തോട്ട് എന്തിനാണ് കയറുന്നത്? അവർ കാശ് മേടിച്ചു, അവരിത് ചെയ്തു, അവരത് ചെയ്തു, കേസ് ഇപ്പോൾ നിങ്ങൾ സ്ക്വാഷ് ചെയ്തു, കേസ് ഇപ്പോൾ വിധി വന്നു, കേസ് എന്തൊക്കെ ആയാലും ഇത് പിന്നെ എന്തിനാണ് പൊക്കി എടുത്തോണ്ടൊന്ന് വീഡിയോ ഇട്ടത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ ഭയങ്കര ലേറ്റായിട്ടാണ് കാര്യങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്യുക. കാരണം നമ്മളൊരു ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾ വരെ വന്നിട്ട് ഈ വർത്തമാനം പറയണമെങ്കിൽ, ഇന്നലെ എനിക്ക് ആ വീഡിയോ കണ്ട് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. എന്താണ് ഇവനെന്താ പ്രശ്നം? നിർത്തിയിട്ട് പൊക്കൂടെ? മതിയായിക്കൂടെ? ഇത്രയും കിട്ടിയിട്ട് മതിയായില്ലേ? പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ മറ്റേ പിള്ളേരെ ബുള്ളി ചെയ്യാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നന്നാവുമോ? ഇപ്പോൾ കുറച്ച് ആൾക്കാരെ എല്ലാം മറന്നിരിക്കുകയായിരിക്കും. ഇപ്പോൾ പിന്നെ വന്ന് നീ തന്നെയല്ലേ ഓർമ്മിപ്പിച്ചിട്ട് പോയത്? എന്തിനാണ് വീഡിയോ ഇട്ടത് ഇന്നലെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു കാര്യം എല്ലാം കെട്ടടങ്ങി, എല്ലാം ഒഴിവായി, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതാ വരുന്നു പിന്നെയും വീഡിയോ ആയിട്ട്. എന്നിട്ട് വീഡിയോയുടെ അവസാനം ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, എല്ലാം ഓക്കെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പുറത്ത് ആരോ മറ്റേ വീഡിയോ എടുക്കുന്നു, എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ അല്ലേ എന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു മീനിങ്ങിൽ അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം പുള്ളി തന്നെയല്ല എടുക്കുന്നത്, പുള്ളിക്ക് വലിയ അതിനൊരു ടീം തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്നെ പോലെ ഈ ലൈറ്റ് ബ്രൈറ്റ് ചെയ്യലും ഈ മറ്റേ ഷാഡോ ഇത് ചെയ്യലും അതൊന്നും പുള്ളിക്ക് ആവശ്യമില്ല. കാരണം പുള്ളി ആ സമയത്ത് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് ഉണ്ടായ ഒരു വ്യക്തിയാണ്. പക്ഷേ പുള്ളി വന്നിട്ട് തള്ളിവിടുകയാണ്. സൗദി യുവതിയുടെ കാര്യം പുള്ളി ഒന്നും പറഞ്ഞു കേട്ടില്ല, അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞു കേട്ടില്ല. പിന്നെ പുള്ളി ചെയ്ത കാര്യങ്ങൾ, പുള്ളി പറയുന്നത് ഒരുപാട് കള്ളങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ, ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീഡിയോ കാണാനില്ല, കഴിഞ്ഞു. 7 days ബിഫോർ ഉള്ള വീഡിയോ ആണ് കാണുന്നത്. ഇന്നലത്തെ വീഡിയോ ഒന്നും കാണാനില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓർമ്മയുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ പിന്നെയും പറയുകയാണ്, പുള്ളി ഇന്നലെ പറഞ്ഞതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഒരുപാട് തെറ്റുണ്ട്. പുള്ളി പറഞ്ഞത് വെരി റോങ് ബ്രോ, ഇറ്റ്സ് വെരി റോങ് ബ്രോ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്തിനാ കേസ് ഉണ്ടായി, കേസ് കഴിഞ്ഞു, ഓക്കെ, അതിൻ്റെ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ പകർപ്പ് വെക്കാൻ പോകുന്നു, മറ്റേ ചെയ്യാൻ പോകുന്നു, മറിച്ച് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആൾക്കാർക്ക് ഇത് മാത്രമല്ല, നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഒരു അപരാധം കാണിച്ചില്ലേ?
എന്തോ മറ്റേ പിള്ളേരെയൊക്കെ കളിയാക്കി അവിടുത്തെ അവർക്ക് വൃത്തിയില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മൾ ഇന്ത്യയാണ് ബൈ. ഇന്ത്യയിൽ നിങ്ങൾ എവിടെ പോയിട്ടും ഒരു ലിമിറ്റ് വിട്ടിട്ട് നിങ്ങൾ മറ്റേ ഭയങ്കര ഈ സ്റ്റാർ കളിച്ചാണ്ടല്ലോ നിങ്ങളെ എടുത്തിട്ട് ആൾക്കാർ ചവിട്ടി അരച്ചിട്ട് പോകും. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് അന്ന് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ആ വീഡിയോയിൽ? ഇന്നലെ വന്നിരിക്കുന്ന വലിയ കാര്യമായിട്ട് ഈ സാധനം പൊക്കിയെടുത്തോണ്ട് വെള്ളം കഴിഞ്ഞു, വിധി വന്നു, എവിടെയോ മറ്റേ പോവാന്ന് പിള്ളേരെയൊക്കെ കൊണ്ട് എവിടെയോ പോവാ. പൊക്കൂടെ? ആരെങ്കിലും ചോദിച്ചോ? പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? കാശിന് വേണ്ടി അവരിങ്ങനെ ഏതോ അവൾ 4 എണ്ണം കെട്ടി, അവൾക്ക് 2 കുട്ടികളുണ്ട്, ഇതൊക്കെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങളെന്താ ഇത്രയും നാളെന്താ പറയാൻ? ഞാൻ കേസുമായിട്ട് ഇതൊന്നും ഒരു ബന്ധമില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമില്ല. ഒരു കേസിനും ഒരു കോടതിയും ഒന്നും പറയത്തില്ല. കോടതിയിൽ ആ കേസിനെ കുറിച്ച് നിങ്ങൾ മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കോടതിയിൽ അതിന് പ്രശ്നം വരത്തുള്ളൂ. ഇതെന്താ 4 കെട്ടി 4 പേര് ആദ്യത്തെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലംകാരനായിരുന്നു, പിന്നെ മറ്റേ അവിടുന്ന് പോയി, അവിടുന്ന് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾ പറയേണ്ടിയിരുന്നത് പണ്ട്. അന്നേരം ഒന്നും പറഞ്ഞില്ലല്ലോ. അന്നേരമേ അറിയാം നീ ഒരു കള്ളനാന്നുള്ളത്. അതാണ് ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ്. അല്ലാതെ ഇപ്പോൾ വന്നിട്ട് ഈ തള്ളി മറിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുക. അതിൽ നിന്നേ മനസ്സിലാക്കിയല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ ഇയാൾ കള്ളനാന്നുള്ളത്. ഓൻ കള്ളൻ, പേരും കള്ളൻ.